വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സങ്കടത്തോടുകൂടി താലം വാങ്ങിയ ശേഷം ആദ്യം സത്യഭാമയുടെ അടുത്തേക്കാണ് ശാലിനി പോകുന്നത്. അന്നേരം അത് തൊഴുത ശേഷം സത്യഭാമ പറയുന്നുണ്ട് പതിയെ ശാലിനിയോട്, നോക്ക്, ഇത് സുസ്മിതയുടെ കഴുത്തിൽ കയറാനുള്ളതാണ്. അന്നേരം നിന്റെ കഴുത്തിലുള്ളത് ഇറക്കി വെച്ചോളണം, ഓർമ്മയുണ്ടല്ലോ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഭാമ. തുടർന്ന് സർലയുടെ അടുത്തേക്കും ശാലിനി പോകുന്നുണ്ട്. അന്നേരം ഓർമ്മിക്കുക, സഹോദരി സ്ഥാനമാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട് സരള. അതേസമയം പ്രീതിക്ക് നന്നായിട്ട് തലയൊക്കെ കറങ്ങുന്നുണ്ട്. ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ എന്ന് പ്രീതി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരുടെ അടുത്തേക്ക് താലവുമായി ശാലിനി ചെല്ലുമ്പോൾ ആശീർവദിക്കണമെന്ന് പറയുകയാണ് ശാലിനി. അന്നേരം കൈവയ്യ മനസ്സും എന്ന് സങ്കടത്തോടുകൂടി രാഘവൻ നായർ ശാലിനിയോട് പറയുന്നു. തുടർന്നത് ശാലിനി പ്രീതിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ശാലിനി എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രീതി അങ്ങ് വെറുതെ നിൽക്കുകയാണ്. തുടർന്ന് അവിടെ നിന്നും ശാലിനി അത് ശാരദാമ്മയുടെ അടുത്തേക്ക് നീട്ടിയിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടു കൂടി ശാരദാമ്മ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആകെ അങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ് സുസ്മിതയും സരളയും സത്യഭാമയും ഒക്കെ. വിഷ്ണു ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ സങ്കടപ്പെട്ട് അവിടെ തന്നെ അങ്ങ് തലകുനി ചിരിക്കുകയാണ്. തുടർന്ന് തിരുമേനി, മതിയാകും, താലം തിരികെ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇനി ചടങ്ങ് നടക്കട്ടെ തിരുമേനി എന്ന് സത്യഭാമ പറയുമ്പോൾ താലിയെടുത്ത് വിഷ്ണുവിനെ നേരെ നീട്ടിയിട്ട് ദാ വാങ്ങിക്കോളൂ എന്നും പറഞ്ഞ് തിരുമേനി നീട്ടുകയാണ്. പക്ഷെ അത് വാങ്ങാതെ വിഷ്ണു അങ്ങ് ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനിയെ കല്യാണം കഴിച്ചതും സൈക്കിളിൽ പരീക്ഷ എഴുതാനായിട്ട് കൊണ്ടുപോയതും കാല് വയ്യാതിരുന്നപ്പോൾ എടുത്തുകൊണ്ട് പോയതും അങ്ങനെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ വിഷ്ണു ശാലിനിയെ തന്നെ നോക്കി നിന്ന് ഓർത്തങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഇത് കണ്ട് ടെൻഷനാവുകയാണ് സത്യഭാമയ്ക്കും സരളയ്ക്കും സുസ്മിതയ്ക്കും. അതേസമയം പ്രീതിക്ക് അങ്ങ് ആകെ തല കറങ്ങുകയാണ്. പ്രീതിയാണെങ്കിൽ വീൽ ചെയറിൽ പിടിച്ച് തന്നെ അങ്ങ് നിൽക്കുന്നു. തുടർന്ന് സത്യഭാമ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന്, എടാ വിഷ്ണു, താലി വാങ്ങാനെന്ന് ഒന്നുകൂടി ദേഷ്യം കടിച്ചമർത്തി പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ നോക്കിക്കൊണ്ട് തന്നെ താലി തിരുമേനിയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു. പക്ഷെ ശാലിനിയാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കാതെ കുനിഞ്ഞങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ വീണ്ടും താലിയും ഇടിച്ചിരിക്കുന്ന വിഷ്ണുവിനോട്, എടാ നിന്നോടാണ് പറഞ്ഞത് താലി കെട്ടാനെന്ന് വീണ്ടും വിഷ്ണുവിനെ കുത്തി പറയുന്നുണ്ട്. അന്നേരം ആകെ തല കറങ്ങുന്ന പ്രീതിക്ക് കരഞ്ഞങ്ങ് പ്രീതി മനസ്സിൽ തന്നെ പറയുകയാണ്, ഈശ്വര, ഈ കാഴ്ച കൂടി എനിക്ക് കാണേണ്ടി വന്നല്ലോ, ശാലിനിയുടെ ജീവിതം ഞാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുകയും വിയർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രീതി. തുടർന്ന് വിഷ്ണു താലിയും പിടിച്ച് സുസ്മിതയെ ഒന്ന് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് പ്രീതിയാണെങ്കിൽ തല കറങ്ങി താഴേക്കങ്ങ് വീഴുന്നു. അയ്യോ മോളെ എന്നും പറഞ്ഞ് രാഘവൻ നായർ വിളിക്കുകയാണ് പ്രീതിയെ. തുടർന്ന് ശാലിനി ഓടി പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് സത്യഭാമയും വിഷ്ണുവും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ചേർന്ന് പ്രീതിയെ അങ്ങ് കുലുക്കി വിളിക്കുകയാണ്. അന്നേരം ഇവൾക്ക് ഇതെന്താ പറ്റിയത്, വിഷ്ണു ഏട്ടാന്നൊക്കെ സുസ്മിത കിടന്ന് വിളിക്കുന്നുണ്ട് താലി കെട്ടാനായിട്ട്. അന്നേരം ഇവൾക്കിത് എന്താ പറ്റിയതെന്നും പറഞ്ഞ് വീണ്ടും ഭാമയങ്ങ് കരയുകയാണ്. തുടർന്ന് ബോധം പോയി എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ഭാമ പറയുമ്പോൾ ശാലിനി രാഘവൻ നായരെ ഒന്ന് നോക്കിയിട്ട്, എന്തിനാ ഹോസ്പിറ്റലിലേക്ക്, നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം സദസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, എന്തിനാ ഡോക്ടറെ എങ്ങോട്ട് വിളിക്കുന്നത്, ഞാനൊരു ഡോക്ടറല്ലേ, ഞാൻ നോക്കാമെന്നും പറഞ്ഞ് അവർ പ്രീതിയെ പെട്ടെന്ന് പരിശോധിക്കുന്നു. ആ ഡോക്ടർ പരിശോധിച്ചാൽ പ്രീതിയുടെ രഹസ്യം പുറത്താവും എന്നൊന്ന് പേടിച്ച് ഡോക്ടർ പരിശോധിക്കുന്നതിനെ ശാലിനി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഫാമിലി ഡോക്ടറുണ്ട്, അവരെ വിളിക്കാമെന്നൊക്കെ. അന്നേരം ദേഷ്യത്തോടു കൂടി സത്യഭാമ പറയുന്നുണ്ട്, എന്തിനാ വിളിക്കുന്നത്, ഇപ്പോൾ ഈ ഡോക്ടർ പരിശോധിക്കുകയല്ലേ, അത് മതിയെന്ന് ദേഷ്യത്തോടു കൂടി ശാലിനിയോട് ഭാമ പറയുന്നു. തുടർന്ന് വിഷ്ണുവിനോട് സത്യഭാമ പറയുകയാണ്, മോനെ വിഷ്ണു, പ്രീതി എടുക്കാനായിട്ട് ഒന്ന് സഹായിച്ചെന്ന്. അന്നേരം ദാസനെയും കമലിനെയും വിളിച്ച് പ്രീതിയെ റൂമിലേക്ക് കൊണ്ട് കിടത്തുകയാണ് വിഷ്ണുവും ഒക്കെ ചേർന്ന്. തുടർന്ന് ഡോക്ടർ പ്രീതിയെ നന്നായിട്ട് പരിശോധിക്കുന്നു. അതേസമയം പന്തലിൽ നിന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് ഒരു നിമിഷം കൂടി കഴിഞ്ഞിട്ട് വീണാൽ പോരായിരുന്നോ, ഇതിപ്പോൾ കല്യാണം മുടങ്ങിയില്ലേ എന്നൊക്കെ. തുടർന്ന് ഡോക്ടർ വിഷ്ണുവിനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാമയും ശാലിനിയും മാത്രമാകുന്നുണ്ട്. അന്നേരം ഡോക്ടർ പരിശോധിച്ച ശേഷം ശാലിനിയോടും പറയുന്നുണ്ട്, കുട്ടിയും കൂടി പുറത്തേക്ക് ഇറങ്ങി നിന്നോളൂ എന്ന്. അതേസമയം റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്ന ശാലിനി വിഷ്ണുവിനെ കാണുമ്പോൾ കുറച്ചുനേരം വിഷ്ണു ശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം പന്തലിൽ സരള സുസ്മിതയോട് ചോദിക്കുന്നുണ്ട്, ഇത്തവണ ശകുനപ്പിഴയാണല്ലോ മോളെ എന്ന്. അന്നേരം സുസ്മിത പറയുകയാണ്, ഞാൻ അത് തന്നെയാണമ്മേ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്, അവൾക്ക് കുഴഞ്ഞു വീഴാൻ കണ്ട ഒരു നേരം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ദേഷ്യപ്പെടുന്നു. അന്നേരം സരള തൻ്റെ സംശയം പറയുന്നുണ്ട്, അതിന് ആക്ടിങ്ങോ മറ്റോ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ടിങ് ആയാലും അല്ലെങ്കിലും എന്തോ ആയിക്കൊള്ളട്ടെ, അവൾ ചത്താലും ഇന്നീ കല്യാണം ഞാൻ നടത്തിയിരിക്കുമെന്ന് സുസ്മിത സരളയോട് പറയുന്നുണ്ട്. തുടർന്ന് ഭാമയോടും പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം ഭാമ റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവും ശാലിനിയും നേർക്കുനേർ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. തുടർന്ന് വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് ഭാമ പറയുകയാണ്, വാ നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം, അവിടെ നമ്മൾ വിളിച്ചു വരുത്തിയവരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്, പ്രീതി എന്തായാലും ഡോക്ടർ നോക്കിക്കോളും.
തുടർന്ന് വാടാന്നും പറഞ്ഞ് ബലമായി വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് സത്യഭാമ. അമ്മേ, അവൾ അങ്ങനെ കിടക്കുമ്പോഴെന്നൊക്കെ വിഷ്ണു പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നീ വാ വിഷ്ണു എന്നും പറഞ്ഞ് ഭാമ അങ്ങ് മുമ്പേ നടക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും ഭാമയും കൂടി മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് മണ്ഡപത്തിലേക്ക് വിഷ്ണു കയറുമ്പോൾ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പരിശോധിക്കുകയാണെന്ന് പറയുന്നു. അന്നേരം വെപ്രാളപ്പെട്ട് സുസ്മിത ഓടി വന്ന് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് വാ വിഷ്ണുവേട്ട, കയറിയിരിക്കെ താലി കെട്ടാം, മുഹൂർത്തം ഇപ്പോൾ കഴിയാറായി എന്ന് പറയുന്നു. അന്നേരം ദേഷ്യത്തോടു കൂടി സുസ്മിതയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഇപ്പോൾ താലി കെട്ടണം അല്ലേടി, നിനക്ക് താലി കെട്ടാണോ പ്രധാനം? എൻ്റെ അനിയത്തിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇവിടെ ഒരു ചടങ്ങും നടക്കാൻ പോകുന്നില്ല. അത് കേട്ടെന്ന് ആശ്വസിക്കുകയാണ് രാഘവൻ നായരും ശാരദാമ്മയും. അന്നേരം സരള വന്ന് മോനെ അവൾ പറഞ്ഞതെന്ന് പറയാൻ തുടങ്ങുമ്പോൾ സരളയ്ക്ക് നേരെ കൈ ചൂണ്ടി വിഷ്ണു പറയുകയാണ്, ദേ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങൾ മിണ്ടരുത്. തുടർന്ന് ഡോക്ടർ അവിടേക്ക് വന്ന് പ്രീതിക്ക് കുഴപ്പമൊന്നുമില്ല, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആശ്വസിക്കുകയാണ് വിഷ്ണുവും സത്യഭാമയും ഒക്കെ. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ വിഷ്ണുവേട്ട, അപ്പോൾ നമുക്ക് താലി കെട്ടാം. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ പ്രീതിക്ക് എന്താണ് സംഭവിച്ചത്? അന്നേരം ഡോക്ടർ പറയുകയാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഷീസ് ക്യാരിയിങ്. ആളല്പം അനീമിക്കാണ്, സ്ട്രെസ് താങ്ങാൻ വയ്യാതെ അൺകോൺഷ്യസ് ആയതാണെന്ന് തോന്നുന്നു എന്ന് ഡോക്ടർ പറയുന്നു. അന്നേരം ഇതൊക്കെ കേട്ട് ആകെ അങ്ങ് വാവിളിച്ച് നിൽക്കുകയാണ് സത്യഭാമ. ഇതെല്ലാം കേട്ട് ഇനി കല്യാണം നടക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ് അന്നേരം സുസ്മിതയും സരളയും ഒക്കെ. ഇതെന്താണ് വീണ്ടും സംഭവമെന്ന് ഓർത്ത് നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ഇതൊക്കെ സത്യമാണോ എന്ന് ഭാമ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യമാണെന്ന് ഡോക്ടർ ഉറപ്പ് പറയുകയാണ് ഭാമയ്ക്ക് അറിയാവുന്നതല്ലേ, ഞാൻ ഗൈനക്കോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് കൂടി ഡോക്ടർ പറയുമ്പോൾ സത്യഭാമയ്ക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. അന്നേരം ആശ്വാസത്തോടു കൂടി ശാരദാമ്മ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, അതേ ഭാമേ, ഡോക്ടർ പറയുന്നത് സത്യമാണ്, പ്രഗ്നൻസി ശാലിനിക്കല്ല പ്രീതിക്കാണ്. അന്നേരം പ്രീതിയെയും കൂട്ടി ശാലിനി അവിടേക്ക് വരികയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ 1000 ചോദ്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉറഞ്ഞു കുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാത്തിനും വിശദീകരണമുണ്ട്. അർജുനും പ്രീതിയും കൂടി ഒരിക്കൽ ഒന്നിച്ച് കഴിയേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അർജുനെ കാണുന്നതിലും സംസാരിക്കുന്നതിലും വിലക്കിയിരുന്ന നീ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രീതി നന്നായിട്ട് ഭയന്നു. ഒരു അബോർഷനുള്ള സാധ്യത ഇല്ലാതാക്കാനാണ് എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടി നൽകാനായി ശാലിനി 2 മാസത്തെ സമയം നിന്റെ മുന്നിലേക്ക് വച്ചത്. ആ കുഞ്ഞിനെ നീ ഇല്ലാതാക്കാനും ഈ ഭൂമിയിലെ പ്രകാശം ആ കുഞ്ഞിനെ കൂടി കാണിക്കാനും വേണ്ടിയാണ് ശാലിനി തൻ്റെ സ്വന്തം ജീവിതം പണയം വെക്കാനായിട്ട് ഇവിടെ ശ്രമിച്ചത്. ജീവന് തുല്യം സ്നേഹിക്കുന്ന വിഷ്ണുവിനെ പോലും അവൾ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കാനായിട്ട് തുനിഞ്ഞതും ഈ കുഞ്ഞിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു സ്നേഹത്തോടെയും സങ്കടത്തോടു കൂടിയും ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. അതേസമയം രോഷം കൊണ്ട് കത്തി ജ്വലിക്കുകയാണ് സത്യഭാമ. ഈ ലോകത്ത് മറ്റൊരു പെൺകുട്ടിയും ചെയ്യാത്ത ത്യാഗം അതാണ് അവൾ ചെയ്തതെന്ന് ശാലിനിയെ നോക്കി രാഘവൻ നായർ പറയുകയാണ്. അന്നേരം വേദിയിൽ നിന്നും ഇറങ്ങി താഴേക്ക് ശാലിനിയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് വിഷ്ണു. സങ്കടത്തോടെ തന്നെ വിഷ്ണു ചെന്ന് ചോദിക്കുന്നുണ്ട്, എടോ ഇയാൾക്ക് എന്നോടെങ്കിലും ഇത് പറയാമായിരുന്നല്ലോ എന്ന്. അന്നേരം കണ്ണ് നിറഞ്ഞ് ശാലിനി പറയുകയാണ്, പറ്റിയില്ല വിഷ്ണുവേട്ട, വിഷ്ണുവേട്ടൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഇതെന്തായാലും വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ ഇരിക്കില്ല. എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ്റെ നാവിൽ നിന്നും അറിയാതെയെങ്കിലും വീണു പോകുമെന്ന് പേടിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. തുടർന്ന് ശാലിനിയുടെ അടുത്തു നിന്നും പ്രീതി സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈ പിടിച്ച് കരഞ്ഞ് അമ്മയെ മാപ്പാക്കണമെന്ന് 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടെ സത്യഭാമ പ്രീതിയുടെ കൈ അങ്ങ് പെട്ടെന്ന് വിടിയിക്കുകയാണ്. പ്രീതിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഭാമ സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സരള ചെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഭാമ, ഇങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാണ്? സരളയെ ഒന്ന് നോക്കിയിട്ട് മറുപടി ഒന്നും പറയാതെ പന്തൽ വിട്ടു പോവുകയാണ് സത്യഭാമ. അതിനുശേഷം പോകാൻ നേരം സത്യഭാമ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും അടുത്തേക്ക് ചെന്ന ശേഷം ശാലിനിയെ തന്നെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇനി സത്യഭാമ പ്രീതിയോട് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.